ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദീകരിക്കാൻ പോകുന്നത് ഈ വർഷം മലയാള സിനിമയിൽ പുറത്തിറങ്ങിയ രണ്ടാം യാമം എന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ഈ സിനിമയുടെ കഥ വളരെ വ്യത്യസ്തമാണ്. ഒരു കാലഘട്ടത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സിനിമയുടെ കഥ ചിത്രീകരിച്ചിരിക്കുന്നത്. സ്വാസികയാണ് ഈ സിനിമയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. ആദ്യം ഞാൻ ഈ സിനിമയുടെ ഒരു സമ്മറി പറയാം. ഒരു ഗ്രാമമാണ് നമുക്ക് ആദ്യം കാണിച്ചു തരുന്നത്. ഈ ഗ്രാമത്തിൽ വിചിത്രമായ പല വിശ്വാസങ്ങളും നിലനിൽക്കുന്നുണ്ട്. അതുപോലെ ഈ ഗ്രാമത്തിൽ ഒരു പുരോഹിതനുണ്ട്. അദ്ദേഹത്തിന് 2 ആൺമക്കളാണ്. ഈ മക്കളെ ചുറ്റിപ്പറ്റിയാണ് കഥ മുന്നോട്ട് പോകുന്നത്. ഇതേ സമയം നഗരത്തിൽ നിന്ന് ഒരു പെൺകുട്ടി അവധിക്കാലം ആഘോഷിക്കാൻ ഈ ഗ്രാമത്തിലേക്ക് വരുന്നു. അവിടെ എത്തുന്ന ആ പെൺകുട്ടി ഞെട്ടിക്കുന്ന ഒരു കാര്യം കാണുന്നു. അതെന്താണ് എന്നാണ് ഈ സിനിമയുടെ കഥ. അവിടെ നിന്നാണ് ഈ സിനിമയുടെ കഥാഗതി മാറുന്നത്. ഈ സിനിമ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എക്സ്പ്ലനേഷനിലേക്ക് കടക്കുന്നതിന് മുമ്പേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം അമർത്തണേ. എന്നാലാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ എത്തുള്ളൂ. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. സോ നമുക്ക് കൂടുതൽ സമയം കളയാതെ നമുക്ക് നേരിട്ട് വിശദീകരണത്തിലേക്ക് പോകാം. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു ഗ്രാമമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഈ ഗ്രാമത്തിൽ അവർ ഒരുപാട് ആചാരങ്ങൾ പിന്തുടരുന്നുണ്ട്. ഇവിടെ 2 പുരോഹിതന്മാരുണ്ട്. ഒരാളുടെ പേര് നമ്പൂതിരി എന്നും മറ്റൊരാളുടെ പേര് അവറാച്ചൻ എന്നുമാണ്. ഇപ്പോൾ ഗ്രാമവാസികളെല്ലാം നമ്പൂതിരി പറയുന്നതാണ് കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നത്. ഇത് അവറാച്ചൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. നമ്പൂതിരിയോട് അദ്ദേഹത്തിന് ചെറിയ അസൂയയുമുണ്ട്. നമ്പൂതിരിയുടെ ജോലി ഭാവി പ്രവചിക്കുകയും വൈദ്യസഹായം തേടി വരുന്നവരെ ചികിത്സിക്കുകയുമാണ്. ഉത്സവത്തിന് എപ്പോഴാണ് ദേവനെ എഴുന്നള്ളിക്കേണ്ടത് എന്ന് ആളുകൾ ചോദിക്കുമ്പോൾ അദ്ദേഹം കൃത്യമായ സമയം കുറിച്ചു കൊടുക്കുന്നു. ഗ്രാമവാസികൾ അദ്ദേഹത്തിന് വലിയ ബഹുമാനം നൽകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ പൂർണ്ണ ഗർഭിണിയാണ്. പ്രസവം അടുത്തിരിക്കുന്നു. നമ്പൂതിരി തന്റെ മക്കളുടെ ഭാവി എന്തായിരിക്കും, അവർ വന്നതിന് ശേഷം തന്റെ ഭാവി എന്തായിരിക്കും എന്നെല്ലാം കവടി നിർത്തി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നാനി എന്നൊരു വയറ്റാട്ടിയുണ്ട്. അവരാണ് എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. കുഞ്ഞ് ജനിക്കുന്നു. എന്നാൽ ഒന്നല്ല, ഒരു കുഞ്ഞ് ജനിച്ച് അല്പസമയത്തിനുള്ളിൽ തന്നെ അടുത്ത കുഞ്ഞും ജനിക്കുന്നു. 2 ആൺകുട്ടികളാണ് ജനിച്ചതെന്ന് അവർ അറിയിക്കുന്നു. 2 കുട്ടികൾ ജനിച്ചു എന്ന് അറിഞ്ഞതോടെ അദ്ദേഹത്തിന്റെ മുഖം മാറുന്നു. ആദ്യത്തെ കുഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ജീവിതം മെച്ചപ്പെടുമെന്നും 2ാമത്തെ കുഞ്ഞുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ആ കുഞ്ഞിനെ അടുത്തു വെക്കുന്നത് നല്ലതല്ലെന്നും അദ്ദേഹത്തിന് കവടിയിലൂടെ സൂചന ലഭിക്കുന്നു. അതുകൊണ്ട് 2ാമത്തെ കുഞ്ഞ് ജനിച്ചു എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം അസ്വസ്ഥനാവുന്നു. എന്തു പറ്റിയെന്ന് സഹായി ചോദിക്കുമ്പോൾ ഒന്നുമില്ല, 2ാമത്തെ കുഞ്ഞ് എനിക്ക് വേണ്ട, എന്തെങ്കിലും ചെയ്യണം എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കുന്നു. 2ാമത് ജനിച്ച കുഞ്ഞിനെ കൊന്നാലോ, അതാണ് നല്ലത് എന്നൊക്കെ അദ്ദേഹം ആലോചിക്കുന്നുണ്ട്. അദ്ദേഹം അല്പം വിഷമെടുത്ത് സഹായിയുടെ കയ്യിൽ കൊടുത്ത് കുഞ്ഞിന് നൽകാൻ പറയുന്നു. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്, എനിക്കത് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അയാൾ അത് നിരസിക്കുന്നു. നമ്പൂതിരി എത്ര നിർബന്ധിച്ചിട്ടും അയാൾ വഴങ്ങുന്നില്ല. അതുകൊണ്ട് ആ വയറ്റാട്ടിയായ നാനിയോട് സംസാരിക്കാമെന്ന് കരുതി അദ്ദേഹം അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു. നീ പോയി ഈ കാര്യം ചെയ്യുക എന്ന് പറയുന്നു. അയ്യോ, എന്നെ കൊണ്ടാവില്ല, എന്നെ വെറുതെ വിട് എന്നവർ കെഞ്ചുന്നു. ഞാൻ ഒരുപാട് പണം തരാം, ഇത് ചെയ്യേ എന്ന് പറഞ്ഞ് അദ്ദേഹം അവരെ നിർബന്ധിക്കുന്നു. ഒടുവിൽ അദ്ദേഹം അവരെ കൊണ്ട് സമ്മതിപ്പിക്കുന്നുണ്ട്. തന്റെ കഴുത്തിലെ മാല ഊരി നാനിയുടെ കയ്യിൽ കൊടുക്കുന്നു. നാനിയും ഒടുവിൽ സമ്മതിക്കുന്നു. വിഷം കൊടുക്കാനായി അകത്തേക്ക് വന്ന അവർക്ക് ഏത് കുഞ്ഞാണ് ആദ്യം ജനിച്ചത്, ഏതാണ് 2ാമത് ജനിച്ചത് എന്ന കാര്യത്തിൽ സംശയം ഉണ്ടാകുന്നു. അവർ ഒരുപാട് നേരം ആലോചിച്ച് നിൽക്കുന്നുണ്ട്. എന്തു പറ്റിയെന്ന് നമ്പൂതിരി ചോദിക്കുമ്പോൾ സംശയമായ കാര്യം അവർ പറയുന്നു. ഇനി തെറ്റായ കുഞ്ഞിനെ കൊന്നാൽ തന്റെ ജീവിതം തന്നെ അപകടത്തിലാകുമല്ലോ എന്ന് ഭയന്ന് അദ്ദേഹം നീ കൊല്ലണ്ട, നിർത്ത് എന്ന് പറയുന്നു. ഇനി ഈ വഴിക്ക് വരരുത്, പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ് അദ്ദേഹം ആ സ്ത്രീയെ അവിടെ നിന്നും പറഞ്ഞയക്കുന്നു. അദ്ദേഹം ചെയ്ത ഈ കാര്യം സഹായിക്ക് മാത്രമേ അറിയൂ, ഭാര്യയ്ക്ക് അറിയില്ല. ആരാണ് ആദ്യം ജനിച്ചത്, ആരാണ് 2ാമത് ജനിച്ചത് എന്നറിയില്ലല്ലോ. കാലക്രമേണ അത് മനസ്സിലാക്കാം. നമ്മളെ പോലെ ആരാണോ ഉള്ളത് അവനാണ് നമ്മുടെ മകൻ എന്ന് അദ്ദേഹം ചിന്തിച്ചിരിക്കാം. സഹായി 2 പേരോടും ഒരേപോലെ സ്നേഹം കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഭാവി അറിയാനായി ഗ്രാമവാസികൾ വന്നിരിക്കുന്നു. അദ്ദേഹം വന്നിട്ടില്ല, കാത്തിരിക്കൂ എന്ന് സഹായി പറയുന്നുണ്ട്. അപ്പോൾ ഒരു മകൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് പറയുന്നുണ്ട്. ശരി, തമാശയ്ക്ക് ഈ കുട്ടിയോട് ചോദിക്കാമെന്ന് കരുതി അവരും പറയൂ മോനെ എന്ന് പറയുന്നു. ആ കുട്ടിയുടെ പേര് യാദവ് എന്നാണ്. അവൻ കവടി നിരത്തി നോക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നു, നിങ്ങൾ പറയുന്ന ദിവസം അത് ചെയ്യാൻ കഴിയില്ല, അങ്ങനെ ചെയ്താൽ പ്രശ്നം ഉണ്ടാവും, ദിവസം മാറ്റിവെക്കണം. അവനൊന്നും അറിയില്ലെന്നാണ് അവിടെയുള്ളവരെല്ലാവരും കരുതുന്നത്. അപ്പോൾ കൃത്യമായി നമ്പൂതിരി അവിടേക്ക് വരുന്നുണ്ട്. മകൻ പറഞ്ഞ കാര്യം നമ്പൂതിരിയും കേട്ടിരുന്നു. അദ്ദേഹത്തിനും അത് പൂർണ്ണമായി വിശ്വസിക്കാൻ കഴിയുന്നില്ല. നമുക്കൊന്ന് നോക്കാം എന്ന് കരുതി അദ്ദേഹം കവടി നിർത്തുന്നു. മകൻ പറഞ്ഞ അതേ കാര്യമാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ഇത് കേട്ട് എല്ലാവരും അത്ഭുതപ്പെടുന്നു. അപ്പോൾ എന്നാണ് ഉത്സവം വെക്കേണ്ടത് എന്ന് അവർ ചോദിക്കുന്നുണ്ട്. നിങ്ങൾ വേറൊരു ദിവസം നോക്കി വരൂ, അത് പറ്റുമോ ഇല്ലയോ എന്ന് ഞാൻ അപ്പോൾ പറയാം എന്ന് അദ്ദേഹം പറയുന്നു. ശരിയെന്ന് പറഞ്ഞ ഗ്രാമവാസികൾ അവിടെ നിന്ന് പോകുന്നു. അതോടെ ആരാണ് തന്റെ യഥാർത്ഥ മകൻ എന്ന് നമ്പൂതിരിക്ക് മനസ്സിലാവുന്നു. യാദവാണ് തന്റെ മകൻ എന്ന് അദ്ദേഹം ഉറപ്പിക്കുന്നുണ്ട്. വാ മോനെ എന്ന് പറഞ്ഞ് അവനെ വീടിനകത്തേക്ക് കൊണ്ടുപോകുന്നു. മറ്റേ മകനെ പുറത്ത് നിർത്തുന്നു. ആ മകന്റെ പേര് ഉണ്ണി എന്നാണ്. ഇതെല്ലാം കാണുന്ന വേലക്കാരന് വിഷമം തോന്നുന്നുണ്ട്. വർഷങ്ങൾ കടന്നു പോകുന്നു. 2 പേരും യുവാക്കളായി മാറുന്നുണ്ട്. അച്ഛൻ യാദവനാണ് എല്ലാ ബഹുമാനവും നൽകുന്നത്. യാദവിനെ തന്റെ സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്നാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഉത്സവം ആരംഭിക്കാൻ പോവുകയാണ്. ആനയ്ക്ക് പഴം കൊടുത്തുകൊണ്ടാണ് ഉത്സവം തുടങ്ങുന്നത്. യാദവ് ആനയോട് പ്രാർത്ഥിച്ച് പഴം കൊടുക്കുന്നു. എന്നാൽ ആന അത് വാങ്ങുന്നില്ല.
എന്താണ് ആ ആന അങ്ങനെ പെരുമാറുന്നത് എന്ന് എല്ലാവരും ചിന്തിക്കുന്നു. അവൻ എത്ര ശ്രമിച്ചിട്ടും ആന വഴങ്ങുന്നില്ല. ഇതെല്ലാം ഉണ്ണി അറിയുന്നുണ്ട്. ഉണ്ണി അതുവരെ വീടിനുള്ളായിരുന്നു. ആന പ്രശ്നമുണ്ടാക്കുന്നു എന്നറിഞ്ഞ ഉടൻ അവൻ പുറത്തേക്ക് ഓടി വരുന്നു. എന്തിനാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്, ഇത് വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് അവൻ പഴം കൊടുക്കുന്നു. ആന അത് വാങ്ങുകയും അവിടെ നിന്ന് നടന്നു തുടങ്ങുകയും ചെയ്യുന്നു. അമ്മ ഇത് കണ്ട് സന്തോഷിക്കുന്നുണ്ടെങ്കിലും അച്ഛൻ ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അമ്പലത്തിൽ വന്ന് പൂജകൾ ചെയ്യുന്നുണ്ട്. അമ്പലത്തിൽ നിന്ന് ഒരു വസ്തു ആനയ്ക്ക് കൊടുക്കാൻ പറയുന്നുണ്ട്. അതും ഉണ്ണി കൊടുക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അച്ഛൻ, നീ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്, നിന്റെ ചേട്ടനാണ് അത് ചെയ്യേണ്ടത് എന്ന് പറയുന്നു. സാരമില്ല അച്ഛാ, അവൻ ചെയ്യട്ടെ എന്ന് ചേട്ടൻ പറയുന്നു. അതൊന്നും പറ്റില്ല, നീ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് അച്ഛൻ അത് മൂത്ത മകന്റെ കയ്യിൽ കൊടുക്കുന്നു. ഇത് കണ്ട് ഉണ്ണി മാറി ദുഃഖിച്ചിരിക്കുകയാണ്. അപ്പോൾ അച്ഛന്റെ സഹായം വന്ന് അവനോട് സംസാരിക്കുന്നുണ്ട്. നിന്റെ അച്ഛനെ കുറിച്ച് അറിയാലോ, അതൊന്നും കാര്യമാക്കണ്ട എന്ന് പറയുന്നു. ചെറുപ്പം മുതലേ എൻ്റെ അച്ഛൻ ഇങ്ങനെയാണ്, എന്നെ മാത്രം എന്തിനാണ് വെറുക്കുന്നതെന്ന് അറിയില്ല, ഞാനും അദ്ദേഹത്തിന്റെ മകനല്ലേ എന്ന് ഉണ്ണി സങ്കടത്തോടെ പറയുന്നു. നമ്പൂതിരിയുടെ എതിരാളിയായ അവറാച്ചൻ എന്നൊരാളുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, അദ്ദേഹത്തിന്റെ പേര് ഇപ്പോൾ വളരെ മോശമായിരിക്കുകയാണ്. ആരും അദ്ദേഹത്തെ വിശ്വസിച്ച് വരുന്നില്ല. കൂടാതെ നമ്പൂതിരി തന്റെ മകനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് കണ്ട് അദ്ദേഹം ആളുകളോട് സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം വലിയ അസൂയാലുവാണെന്ന് വ്യക്തമാണ്. ഇപ്പോൾ ആ ഗ്രാമത്തിലെ റാണി എന്നൊരു സ്ത്രീയെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. വീടുകൾ തോറും കയറി ഇറങ്ങി സാധനങ്ങൾ വിൽക്കുന്നതാണ് അവരുടെ ജോലി. ഗ്രാമത്തിലുള്ളവരെല്ലാം അവരോട് അല്പം മോശമായി പെരുമാറാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ മദൻ എന്നൊരാൾ വന്ന് അവരോട് പ്രണയാഭ്യർത്ഥന നടത്തുന്നത് പോലെ സംസാരിക്കുന്നു. ഈ മദൻ ആരാണെന്ന് വെച്ചാൽ നമ്പൂതിരിയുടെ വീട്ടിലെ ഡ്രൈവറാണ്. ദൃശ്യം ഉണ്ണിയിലേക്ക് മാറുന്നു. ഉണ്ണിക്ക് നഗരത്തിൽ പോയി ജോലി ചെയ്യണമെന്നാണ് ആഗ്രഹം. അവൻ നന്നായി പഠിച്ചിട്ടുണ്ട്. ഇന്റർവ്യൂവിന് പോകാൻ ഒരുങ്ങിയാണെന്ന് പറയുന്നു. അച്ഛനോട് ഒരു വാക്ക് ചോദിക്ക് എന്ന് അമ്മ പറയുന്നുണ്ട്. അവൻ അച്ഛനോട് അനുവാദം ചോദിക്കുന്നു. നീ ഒരിടത്തും പോകേണ്ടതില്ല എന്ന് അച്ഛൻ ദേഷ്യത്തോടെ പറയുന്നു. ഇത് കേട്ട് ഉണ്ണി വളരെയധികം വിഷമിക്കുന്നുണ്ട്. കൂടുതലൊന്നും സംസാരിക്കാതെ അവൻ ദുഃഖിച്ചിരിക്കുന്നു. എപ്പോഴും എന്തിനാണ് അച്ഛൻ ഇങ്ങനെ ചെയ്യുന്നത്, എന്റെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കുന്നേയില്ല എന്നൊക്കെ അവൻ സംസാരിക്കുന്നുണ്ട്. ഇത് കേട്ട് ചേട്ടനായ യാദവ് വരുന്നു. അച്ഛനൊരു വാക്ക് പറഞ്ഞാൽ അതിൽ കാര്യം ഉണ്ടാവും, കുറച്ചൊന്ന് ക്ഷമിക്കുക എന്ന് പറഞ്ഞ് അവൻ അനിയനെ ആശ്വസിപ്പിക്കുന്നു. അപ്പോഴാണ് സോഫിയ എന്ന പെൺകുട്ടിയെ നമുക്ക് കാണിച്ചു തരുന്നത്. അവൾ നഗരത്തിലാണ് വളർന്നത്. അവളുടെ അച്ഛൻ ഒരു ഗ്രാമക്കാരനാണ്. പക്ഷേ വർഷങ്ങളായി അദ്ദേഹം ഈ ഗ്രാമത്തിലേക്ക് വന്നിട്ടേയില്ല. ഇപ്പോഴാണ് മകളെയും കൊണ്ട് വന്നിരിക്കുന്നത്. മകൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാനും ഫോട്ടോ എടുക്കാനും വലിയ താല്പര്യമാണ്. അച്ഛൻ ഗ്രാമം വിട്ടു പോയതിന്റെ കാരണം ഇപ്പോഴാണ് വ്യക്തമാകുന്നത്. ഭാര്യ മരിച്ചു പോയിരിക്കുന്നു. അതുകൊണ്ടാണ് ചെറിയ മകളെയും കൊണ്ട് അദ്ദേഹം നഗരത്തിലേക്ക് പോയത്. ഇപ്പോൾ അവൾ വളർന്ന് വലുതായിരിക്കുന്നു. ഈ നാടിന്റെ സംസ്കാരത്തെ കുറിച്ചെല്ലാം അറിയണമെന്ന് സോഫി ആഗ്രഹിക്കുന്നു. ദൃശ്യം യാദവിലേക്ക് മാറുന്നുണ്ട്. അവൻ ബോട്ടിൽ പോകുമ്പോൾ അവറാച്ചൻ മകളോടൊപ്പം വരുന്നു. നിങ്ങളും വരുമെന്ന് പറഞ്ഞ് യാദവ് അവറാച്ചനെ ബോട്ടിൽ കയറ്റുന്നു. അവറാച്ചന് യാദവിനെ ഒട്ടും ഇഷ്ടമല്ല. അവറാച്ചൻ ഒരു വലിയ ആളാണെന്ന ഭാവത്തിൽ സംസാരിക്കുന്നുണ്ട്. യാദവ് തിരിച്ച് അദ്ദേഹത്തെ കളിയാക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. കാരണം അവറാച്ചൻ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലാണ്. തന്റെ ആഭരണങ്ങൾ വിൽക്കാനാണ് അദ്ദേഹം നഗരത്തിലേക്ക് പോകുന്നത്. അതറിഞ്ഞുകൊണ്ടാണ് യാദവ് കളിയാക്കുന്നത്. അയ്യോ, എന്റെ ആഭരണം ഇവൻ കണ്ടല്ലോ, അതുകൊണ്ടാണ് കളിയാക്കുന്നത് എന്ന് കരുതി അവറാച്ചൻ വിഷമിക്കുന്നു. സോഫിയുടെ അച്ഛൻ നമ്പൂതിരിയുടെ സുഹൃത്താണ്. അദ്ദേഹം മറ്റൊരു മതത്തിൽപ്പെട്ട ആളാണെന്നുണ്ടെങ്കിലും അവർ നല്ല സുഹൃത്തുക്കളായിരുന്നു. ഇപ്പോൾ സോഫിയെ പരിചയപ്പെടുത്താനായി അദ്ദേഹം കൊണ്ടുവരുന്നുണ്ട്. ചെറിയ കുട്ടിയായിരുന്നപ്പോഴാണ് കണ്ടത് എന്ന് നമ്പൂതിരി പറയുന്നു. സോഫിയും വന്നതിന്റെ കാരണം പറയുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ക്യാമറയിൽ പകർത്താനാണ് വന്നതെന്ന് അവൾ പറയുന്നു. യാദവ് ഒരു പൂജയിലായിരുന്നു. ആ പൂജ മറ്റാരും കാണാൻ പാടില്ല, അതുകൊണ്ട് നീ അകത്തേക്ക് പോകണ്ട എന്ന് അമ്മ പറയുന്നു. എന്നാൽ നമ്പൂതിരി ശല്യപ്പെടുത്താതെ കാണണമെങ്കിൽ കണ്ടോട്ടെ, കുഴപ്പമില്ല എന്ന് പറയുന്നു. നീ കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുക എന്ന് സഹായിയോട് പറയുന്നു. സഹായിയും അവളെ ആ മുറിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. യാദവ് കാണാതെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് അയാൾ പോകുന്നുണ്ട്. അവളും പതിയെ വാതിൽ തുറന്ന് നോക്കുന്നു. യാദവ് ഒരു പെൺകുട്ടിയെ വെച്ചാണ് പൂജ ചെയ്യുന്നത്. ആ പെൺകുട്ടി കണ്ണടച്ചിരിക്കുകയാണ്. ഇവൻ പൂജ ചെയ്യുന്നത് പോലെ ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ സ്പർശിക്കുന്നു. ആദ്യം മുഖത്താണ് കൈവയ്ക്കുന്നത്. എന്നാൽ പതിയെ പതിയെ കൈ താഴേക്ക് കൊണ്ടുവരുന്നു. എന്തോ പന്തികേടുണ്ടെന്ന് അവൾക്ക് തോന്നുന്നുണ്ട്. അവൾ അതെല്ലാം ഫോട്ടോ എടുക്കുന്നുണ്ട്. എന്നാൽ ഒന്നും അറിയാത്ത പോലെ പുറത്തേക്ക് വരുന്നു. എന്താ മോളെ, കണ്ടോ എന്ന് സഹായി ചോദിക്കുന്നുണ്ട്. കണ്ടു, അവൾ സാധാരണ പോലെ പറയുന്നു. എന്നിട്ട് അച്ഛനോടൊപ്പം അവിടെ നിന്ന് പോവുകയാണ്. ഇപ്പോൾ ആ ഗ്രാമത്തിലെ മറ്റൊരു ആചാരത്തെ കുറിച്ചാണ് നമ്മൾക്ക് കാണിച്ചു തരുന്നത്. ഗ്രാമത്തിന്റെ അതിർത്തിയിൽ ഒരു വലിയ മലയുണ്ട്. ആ മലയുടെ മുകളിൽ ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിൽ ഗ്രാമത്തിന്റെ തലവനാണ് പോയി വിളക്ക് കത്തിക്കേണ്ടത്. ഇപ്പോൾ തലവൻ യാദവാണ്. മുൻപ് നമ്പൂതിരിയായിരുന്നു. യാദവ് കുതിരവണ്ടിയിൽ പുറപ്പെടുന്നു. വഴിയരികിൽ എല്ലാവരും വിളക്കുകൾ കത്തിച്ച് അദ്ദേഹത്തെ യാത്രയാക്കുന്നുണ്ട്. സോഫിയുടെ അച്ഛനും മെഴുകുതിരി കത്തിക്കുന്നു. മതം വേറെയാണെന്നുണ്ടെങ്കിലും അദ്ദേഹം ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. രണ്ടുപേർ മാത്രമാണ് ആ മലയുടെ അടുത്തേക്ക് വരുന്നത്. ഒന്ന് യാദവും മറ്റൊന്ന് യാദവിന്റെ സഹായിയായ മദനും, അതായത് ഡ്രൈവറായി ജോലി ചെയ്യുന്നയാൾ. അവൻ സൈക്കിളിലാണ് വരുന്നത്. അവൻ കർപ്പൂരം കത്തിക്കാനാണ് വരുന്നത്. അവൻ മുന്നോട്ട് പോയി എല്ലാ സ്ഥലത്തും കർപ്പൂരം കത്തിക്കുന്നു. അതിനുശേഷം അവൻ തിരിച്ചു പോകുന്നുണ്ട്. എല്ലാവരും പോയതിനു ശേഷം യാദവ് അവിടെയുള്ള ക്ഷേത്രത്തിൽ വിളക്ക് കത്തിച്ച് പൂജ ചെയ്യുന്നു.
മാസത്തിലൊരിക്കൽ ഇങ്ങനെ പൂജ ചെയ്യാറുണ്ടെന്ന് തോന്നുന്നു. സോഫി അവരുടെ വീട്ടിലിരിക്കുന്നത് നമുക്ക് കാണാം. പുറത്തുനിന്ന് ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. അവൻ ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്നു. കുറെ പേര് ചേർന്ന് ഒരു കാളയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ആരെ കൊണ്ടും സാധിക്കുന്നില്ല. അപ്പോഴാണ് ഉണ്ണി അവിടേക്ക് വരുന്നത്. അവൻ എളുപ്പത്തിൽ ആ കാളയെ നിയന്ത്രിക്കുന്നു. അവൻ വളരെ ധീരനാണല്ലോ എന്ന് കണ്ട് അവൾക്ക് അവനോട് ഒരു ഇഷ്ടം തോന്നുന്നു. അടുത്തുള്ള സ്ത്രീയോട് അവൻ ആരാണെന്നും എന്താണെന്നും ചോദിച്ചറിയുന്നു. നാട് ചുറ്റിക്കാണാനായി ആന്റിയോടൊപ്പം അവൾ പുറത്തിറങ്ങുന്നു. ആദ്യം റാണിയെ കാണുന്നുണ്ട്. റാണിയുടെ കയ്യിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. അതിൽ നിന്നൊന്ന് എടുത്ത് അവൾ പണം കൊടുക്കുന്നു. അപ്പോൾ അവിടേക്ക് മദൻ വരുന്നുണ്ട്. മദനോട് നാട് ചുറ്റി കാണണമെന്നും പ്രത്യേകിച്ച് ആ ക്ഷേത്രമുള്ള സ്ഥലത്തേക്ക് പോകണമെന്നും അവൾ പറയുന്നു. ഞാൻ കൊണ്ടുപോകാം എന്ന് മദൻ സമ്മതിക്കുന്നുണ്ട്. ആന്റിയും അവളും മദനോടൊപ്പം പോകാൻ തീരുമാനിക്കുന്നു. എന്നാൽ മദന് പാതി വഴിയിൽ വെച്ച് ഒരു ജോലി വരുന്നു. അതുകൊണ്ട് മദൻ, നിങ്ങൾ ഉണ്ണിയുടെ കൂടെ പോകുന്നോ എന്ന് ചോദിക്കുന്നു. ഉണ്ണി അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഉണ്ണിക്കും കാര്യം മനസ്സിലാവുന്നുണ്ട്. കുഴപ്പമില്ല, ഞാൻ കൊണ്ടുപോകാം എന്നവൻ പറയുന്നുണ്ട്. നേരത്തെ തന്നെ അവൾക്ക് ഉണ്ണിയോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയിരുന്നല്ലോ. അതുകൊണ്ട് ഉണ്ണിയുടെ കൂടെ പോവാൻ അവൾ സന്തോഷത്തോടെ സമ്മതിക്കുന്നു. ഉണ്ണി അവളെയും കൊണ്ട് ആ മലയിലേക്ക് പോവാണ്. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ആന്റിക്ക് നടക്കാൻ കഴിയുന്നില്ല. ഞാൻ ഇവിടെ ഇരിക്കാം, നിങ്ങൾ രണ്ടുപേരും പോയിട്ട് വാ എന്നവർ പറയുന്നുണ്ട്. സോഫിയ മുന്നോട്ട് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അവനും ഒരിടത്ത് നിൽക്കുന്നു. പെണ്ണുങ്ങൾക്ക് ഇത്ര ദൂരം വരെ മാത്രമേ വരാൻ പാടുള്ളൂ. ഇതിനപ്പുറം ഞങ്ങൾക്ക് കുറച്ചുകൂടി പോകാം. പക്ഷേ പ്രധാന സ്ഥലത്തേക്ക് ഞങ്ങൾക്കും പോകാൻ പാടില്ല എന്നവൻ പറയുന്നു. അതാണ് ഇവിടുത്തെ ആചാരമെന്നും അവൻ വിശദീകരിക്കുന്നു. ഉണ്ണി ഇങ്ങനെ ഒരു പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയ കാര്യം അച്ഛൻ അറിയുന്നുണ്ട്. അദ്ദേഹം ഉണ്ണിയെ വഴക്ക് പറയാൻ തുടങ്ങുന്നു. സത്യത്തിൽ സ്ത്രീകൾക്ക് ഒരു നിശ്ചിത സ്ഥലം വരെ പോകാം, പക്ഷെ അതുപോലും പാടില്ലെന്ന് കരുതുന്ന ആളാണ് അച്ഛൻ. നീ എന്തിനാണ് ആ പെണ്ണിനെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോയത് എന്ന് അദ്ദേഹം ഉണ്ണിയോട് ദേഷ്യപ്പെടുന്നു. പുറത്തുനിന്ന് വന്ന പെൺകുട്ടി കാണണമെന്ന് ആഗ്രഹിച്ചു. പടികെട്ട് വരെ മാത്രമല്ലേ പോയുള്ളൂ, പിന്നെന്താ പ്രശ്നം എന്ന് ഭാര്യ ചോദിക്കുന്നു. ആ പെണ്ണ് ആവേശത്തിൽ അതിനപ്പുറം പോയിരുന്നെങ്കിലോ? ഇവൻ എന്താണ് അവളെ ആദ്യം അങ്ങോട്ടേക്ക് കൊണ്ടുപോയത് എന്ന് അച്ഛൻ മകനെ വഴക്ക് പറയുന്നു. എപ്പോഴും വഴക്ക് കേൾക്കുന്നതുകൊണ്ട് ഉണ്ണി ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ഉണ്ണിയുടെ ചേട്ടൻ യാദവാണ് അവനെ ആശ്വസിപ്പിക്കുന്നത്. ഉണ്ണി ബാബു എന്നൊരു ചേട്ടനുമായി വളരെ അടുപ്പത്തിലാണ്. ആ ചേട്ടനോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവൻ വിഷമിക്കുന്നു. അപ്പോൾ കൃത്യമായ സോഫി അവിടേക്ക് വരുന്നുണ്ട്. സോഫിയും നടന്ന കാര്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നു. എല്ലാം എന്റെ തെറ്റുകൊണ്ടാണല്ലേ എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അയ്യോ, അതൊന്നും അല്ല എന്ന് അവനും മറുപടി പറയുന്നു. തുടർന്ന് രണ്ടുപേരും ഒരുമിച്ച് കുറെ സ്ഥലങ്ങൾ ചുറ്റിക്കാണുന്നു. സോഫിയ മനസ്സിലുള്ള ഇഷ്ടം അവളോട് തുറന്നു പറയുന്നു. അവനും ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു. അവനും ചിരിക്കുന്നുണ്ട്. ഈ സമയത്ത് ഒരു സ്വപ്നഗാനം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഉണ്ണി അവളെ ഗ്രാമത്തിന്റെ മറ്റൊരു പുരോഹിതന്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അദ്ദേഹത്തിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട വിവരങ്ങൾ ലഭിക്കും എന്ന് പറയുന്നു. ശരി, അദ്ദേഹത്തെ കാണണം എന്ന് അവൾ പറയുന്നുണ്ട്. അവൻ അവളെ അവറാച്ചന്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവൾ ഒരു അഭിമുഖം എടുക്കുന്നത് പോലെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഇതൊക്കെ അറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യാനാ മോളെ എന്ന് അദ്ദേഹം അല്പം പുച്ഛത്തോടെ ചോദിക്കുന്നു. അദ്ദേഹം എപ്പോഴും ഒരു അധികാരഭാവത്തോടെയാണ് സംസാരിക്കുന്നത്. ഇത് കേട്ട് ഒരു ഘട്ടത്തിൽ സോഫിയക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്താ, സ്ത്രീകൾ ഇതൊന്നും അറിയാൻ പാടില്ലേ? നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? കാലം എത്ര മാറിയെന്നറിയാമോ എന്ന് ദേഷ്യത്തിൽ സംസാരിച്ച് അവിടെ നിന്ന് പോകുന്നു. അദ്ദേഹത്തിന്റെ മുഖഭാവം മാറുന്നുണ്ട്. ഒരുപാട് കലാരൂപങ്ങളെ കുറിച്ച് പഠിക്കണമെന്നാണ് സോഫിയ ആഗ്രഹിച്ചിരുന്നത്. അതുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ ഉണ്ണിയുടെ വീട്ടിലുണ്ട്. ആ പുസ്തകം തിരയാനായി സഹായിയോടൊപ്പം അവൻ വരുന്നു. അവൻ തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ അവിടേക്ക് വരുന്നുണ്ട്. നീ ഇവിടെ എന്ത് ചെയ്യാണ് എന്ന് അദ്ദേഹം ദേഷ്യത്തോടെ ചോദിക്കുന്നു. നിന്റെ ചേട്ടന് മാത്രമേ ഇവിടുത്തെ വസ്തുക്കൾ ഉപയോഗിക്കാൻ അനുവാദമുള്ളൂ, നീ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വഴക്ക് പറയുന്നു. ഇതെല്ലാം അമ്മയും കാണുന്നുണ്ട്. സാരില്ല മോനെ എന്ന് പറഞ്ഞ് അവർ മകനെ ആശ്വസിപ്പിക്കുന്നു. വർഷങ്ങളായി ആ ഗ്രാമത്തിലേക്ക് വരാതിരുന്ന നാനി തിരികെ വരുന്നു. ഇത് കാണുന്ന നമ്പൂതിരി ഞെട്ടിപ്പോകുന്നുണ്ട്. കാരണം നടന്ന കാര്യങ്ങൾ അവൾ പറഞ്ഞാൽ തനിക്ക് പ്രശ്നമാവുമല്ലോ. നീ എന്ത് ചെയ്യാ ഇവിടെ എന്ന് അദ്ദേഹം ദേഷ്യത്തിൽ ചോദിക്കുന്നു. എന്തെങ്കിലും ജോലി തരണം എന്നവർ അപേക്ഷിക്കുന്നുണ്ട്. ജോലിയൊന്നും തരാൻ പറ്റില്ല, പൊക്കോ എന്ന് പറഞ്ഞ് അദ്ദേഹം അവരെ ആട്ടിപ്പായിക്കുന്നു. ശരി എന്ന് പറഞ്ഞ് നാനി അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. ഗ്രാമത്തിന്റെ അതിർത്തിയിൽ വെച്ച് നാനി തല ഇറങ്ങി താഴെ വീഴുന്നുണ്ട്. ആ വഴിക്ക് വരുന്ന സോഫിയ എന്തു പറ്റിയെന്ന് നോക്കുന്നുണ്ട്. ആശുപത്രിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. എന്നാൽ അതിനിടയിൽ നാനിക്ക് ബോധം വരുന്നുണ്ട്. വലിയ പ്രശ്നമൊന്നുമില്ല മോളെ, ഞാൻ നോക്കിക്കോളാം എന്ന് അവർ പറയുന്നുണ്ട്. അതൊന്നും സാരമില്ല, എന്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് സോഫിയ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. വീട്ടിലൊരു വേലക്കാരിയെ നോക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ജോലി ചെയ്തൂടെ എന്ന് സോഫിയ ചോദിക്കുന്നുണ്ട്. സന്തോഷത്തോടെ ജോലി ചെയ്യാൻ മോളെ എന്ന് പറഞ്ഞ് അവർ സമ്മതിക്കുന്നു. സോഫി ഉണ്ണിയോട് നിനക്കൊരു സർപ്രൈസ് ഉണ്ട് എന്ന് പറയുന്നു. നാനിയമ്മ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞ് അവരെ വിളിക്കുന്നുണ്ട്. ഇവരാണ് നിന്റെ അമ്മയുടെ പ്രസവം എടുത്തത്, നിന്നെ ആദ്യം കണ്ടത് ഇവരാണ് എന്ന് പറയുന്നു. നിങ്ങളാണോ ആ നാനിയമ്മ? എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അവനും സന്തോഷത്തോടെ അവരോട് സംസാരിക്കുന്നുണ്ട്. സോഫി എന്തിനാണ് ആ കലകളെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഇപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. യാദവ് ഒരു കല അവതരിപ്പിച്ചത് അവൾ കണ്ടിരുന്നല്ലോ. പുസ്തകത്തിലുള്ള കലയാണോ അവൻ ചെയ്തത്, അതോ മറ്റെന്തെങ്കിലും കലയാണോ എന്ന് അവൾക്ക് സംശയമുണ്ട്.
അതായത് ആ പെൺകുട്ടിയോട് അവൻ അതിര് വിട്ട് പെരുമാറിയോ എന്നൊരു സംശയം. അതുകൊണ്ടാണ് അവൾ ഇതേക്കുറിച്ച് ഒരുപാട് ഗവേഷണം നടത്തിയത്. അതെല്ലാം അവൾ ഉണ്ണിയോട് ചർച്ച ചെയ്യുന്നുണ്ട്. ഈ കലയെ പലരും തെറ്റായി ഉപയോഗിക്കാൻ സാധ്യതയില്ലേ എന്നൊക്കെ അവൾ ചോദിക്കുന്നു. അതെ, ചിലർ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് അവനും പറയുന്നു. നിന്റെ ചേട്ടൻ മാത്രമല്ലേ ഈ ഗ്രാമത്തിൽ ഈ കല ഉപയോഗിക്കുന്നത്, നിന്റെ ചേട്ടനും ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ അവൾ ചോദിക്കുന്നുണ്ട്. നീ എന്താണ് ഈ പറയുന്നത്? എന്റെ ചേട്ടൻ അങ്ങനെ ചെയ്യുമെന്ന് നീ കരുതുന്നുണ്ടോ? എന്റെ ചേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് അവൻ ചേട്ടനെ പിന്തുണച്ച് സംസാരിക്കുന്നു. അതുകൊണ്ട് അവൾ ആ വിഷയത്തെക്കുറിച്ച് പിന്നീട് സംസാരിക്കുന്നില്ല. മാസത്തിലൊരിക്കൽ വിളക്ക് കത്തിക്കാൻ യാദവ് പോകുമെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ യാദവ് ആ സ്ഥലത്തേക്ക് വരുന്നു. സോഫിയെ ഒളിച്ചിരുന്ന് കാണാൻ തീരുമാനിക്കുന്നുണ്ട്. യാദവ് എന്താണ് ചെയ്യുന്നതെന്ന് അവൾ നോക്കിക്കൊണ്ടേയിരുന്നു. ആദ്യം വിളക്ക് കത്തിച്ച് പൂജ ചെയ്യുന്നുണ്ട്. അതിനുശേഷം പുറത്തേക്ക് വരുമ്പോൾ അവിടേക്കൊരു സ്ത്രീ വരുന്നു. ആ സ്ത്രീ തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അവരുടെ മുഖം സോഫിക്ക് കാണാൻ കഴിയുന്നില്ല. ആരാണ് ഈ സ്ത്രീ എന്ന് അവൾ നോക്കുന്നുണ്ട്. അവർ രണ്ടുപേരും അവിടെ ഒരുമിച്ചിരിക്കുന്നു. ഒരു ഘട്ടത്തിൽ ആ സ്ത്രീ ആരാണെന്ന് സോഫിക്ക് മനസ്സിലാവുന്നു. റാണി എന്നൊരു സ്ത്രീയെ അവൾ കണ്ടിരുന്നല്ലോ. ആ റാണിയോടൊപ്പമാണ് അവൻ ഒരുമിച്ചുള്ളത്. ഇത് കാണുന്ന അവൾ ഞെട്ടിപ്പോകുന്നുണ്ട്. ഇവിടെയാണ് സിനിമയിൽ ഇടവേളയാകുന്നത്. നമ്പൂതിരിയുടെ പുസ്തകങ്ങളെല്ലാം പരിശോധിക്കുന്നുണ്ട്. അപ്പോഴാണ് 2-3 പുസ്തകങ്ങൾ കാണാനില്ലെന്ന് മനസ്സിലാവുന്നത്. അത് പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണെന്ന് പറഞ്ഞ് അദ്ദേഹം സഹായിയോട് ദേഷ്യപ്പെടുന്നു. കണ്ടവരൊക്കെ ഈ സ്ഥലം ഉപയോഗിച്ചാൽ ഇതാണ് പ്രശ്നം എന്ന് അദ്ദേഹം മകനെ കുറിച്ച് പറയുന്നു. അവന് നമ്മുടെ മകനല്ലേ എന്ന് ഭാര്യ ചോദിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം യാദവ് മാത്രമാണ് എന്റെ മകൻ എന്ന് അദ്ദേഹം ദേഷ്യത്തോടെ പറയുന്നു. സത്യത്തിൽ ആ പുസ്തകം എടുത്തത് യാദവായിരുന്നു. അവൻ മറ്റു ചില കലകൾ പരീക്ഷിക്കുന്നുണ്ടല്ലോ, അതിന് ഉപയോഗിക്കാനാണ് അവൻ ആ പുസ്തകങ്ങൾ എടുത്തു വെച്ചത്. ഇപ്പോൾ വഴക്ക് കേട്ടത് ഉണ്ണിയാണല്ലോ. അവൻ സങ്കടത്തോടെ അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയത്ത് നമ്പൂതിരിയുടെ സഹായി പഴയ കാര്യങ്ങൾ ഓർത്തു നോക്കുന്നു. മകനെ കൊല്ലാൻ ശ്രമിച്ചത് കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ യാതൊരു കാരണവുമില്ലാതെ മകനെ വഴക്കു പറയുന്നത് എന്നൊക്കെ അയാൾ ചിന്തിക്കുന്നു. ഉണ്ണി വിഷമിച്ചിരിക്കുന്നത് കണ്ട് സോഫി അവിടേക്ക് വരുന്നുണ്ട്. അവൾ അവനെ സംസാരിച്ച് ആശ്വസിപ്പിക്കുന്നു. സോഫി ജോഗിങ്ങിന് പോകുമ്പോൾ യാദവ് അവളെ വഴിയിൽ തടഞ്ഞു നിർത്തി സംസാരിക്കാൻ തുടങ്ങുന്നു. കൂടെ ആ ഡ്രൈവറായ മദനുമുണ്ട്. അവൾ തനിക്കെതിരെ ചില തെളിവുകൾ ശേഖരിക്കുന്നുണ്ടെന്ന് അവന് വിവരം ലഭിച്ചിട്ടുണ്ട്. അതേക്കുറിച്ചിട്ടാണ് അവൻ ചോദിക്കുന്നത്. അവൾ അതിന് കൃത്യമായ മറുപടി നൽകാതെ ഒഴിഞ്ഞു മാറി അവിടെ നിന്ന് പോകുന്നു. അവളുടെ അച്ഛന്റെ സുഹൃത്തുക്കൾ ദൂരെ നിന്ന് വന്നിരിക്കുന്നു. അവർ അദ്ദേഹവുമായി ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ട്. സോഫിയുടെ വിവാഹ കാര്യം സംസാരിക്കാനാണ് അവർ വന്നിരിക്കുന്നത്. അച്ഛന് അതിൽ സമ്മതമാണ്. അദ്ദേഹം സംസാരിച്ച് കാര്യങ്ങൾ ഉറപ്പിക്കുന്നു. തന്നോടൊരു വാക്ക് പോലും ചോദിക്കാതെ അച്ഛൻ കാര്യങ്ങൾ തീരുമാനിച്ചല്ലോ എന്ന് അവൾക്ക് വിഷമം തോന്നുന്നുണ്ട്. താൻ ഉണ്ണിയാണ് സ്നേഹിക്കുന്നതെന്ന് സമയം കിട്ടുമ്പോൾ അച്ഛനോട് പറയണമെന്ന് അവൾ വിചാരിക്കുന്നു. അവൾ പള്ളിയിലേക്ക് വരുന്നുണ്ട്. സോഫിയുടെ അച്ഛൻ സന്തോഷത്തോടെ ഈ വിവരം പള്ളിയിൽ അച്ഛനോട് പറയുന്നു. മകളോടൊരു വാക്ക് ചോദിക്കായിരുന്നില്ലേ, എന്തുകൊണ്ട് ചോദിച്ചില്ല എന്ന് അച്ഛൻ ചോദിക്കുന്നു. എന്റെ മകൾ ഞാൻ എടുക്കുന്ന തീരുമാനം മാത്രമേ അനുസരിക്കുള്ളൂ എന്ന് സോഫിയുടെ അച്ഛൻ പറയുന്നു. പുറത്തു വന്നതിന് ശേഷം അച്ഛൻ ഇങ്ങനെ ചോദിച്ചു, ഞാൻ അങ്ങനെ മറുപടി പറഞ്ഞു എന്നെല്ലാം അദ്ദേഹം മകളോട് പറയുന്നു. അപ്പോൾ മകൾ വിഷമിച്ചിരിക്കുന്ന അദ്ദേഹം കാണുന്നുണ്ട്. ക്ഷമിക്കണം അച്ഛാ, ഞാൻ ഒരാളെ സ്നേഹിക്കുന്നുണ്ട് എന്നവൾ പറയുന്നു. അതൊന്നും സാരമില്ല മോളെ, നിന്റെ ഇഷ്ടമാണ് എന്റെയും ഇഷ്ടം. ആരാണ് ആ പയ്യൻ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അവൾ ഉണ്ണിയാണത് എന്ന് പറയുന്നു. ഞാൻ സമ്മതിക്കും, പക്ഷെ നമ്പൂതിരി സമ്മതിക്കാൻ സാധ്യതയില്ല. ശരി മോളെ, എന്ത് നടക്കുമെന്ന് നോക്കാം എന്ന് പറഞ്ഞ് അച്ഛനും സമ്മതിക്കുന്നുണ്ട്. ഉണ്ണിക്കാണെങ്കിൽ ഈ ഗ്രാമം വിട്ടു പോയാൽ മതിയെന്ന് ചിന്തയാണ്. അവനെ തന്നോടൊപ്പം നഗരത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് അവൾ വിചാരിക്കുന്നു. അവൾക്ക് പരിചയമുള്ള ഒരു കമ്പനിയിൽ നിന്ന് അപേക്ഷാ ഫോം വാങ്ങിക്കൊണ്ടുവരുന്നുണ്ട്. നീ ഇന്റർവ്യൂവിന് പോകണം എന്ന് ഉണ്ണിയോട് പറയുന്നു. ഇതെല്ലാം നടക്കുന്നത് ബാബുവിന്റെ വീട്ടിലാണ്. ഉണ്ണിക്ക് പരിചയമുള്ള ഒരു ചേട്ടനുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ, അദ്ദേഹമാണ് ഈ ബാബു. എപ്പോഴാണ് പോകേണ്ടത് എന്നൊക്കെ അവർ ചർച്ച ചെയ്യുന്നുണ്ട്. പോകാനുള്ള ദിവസം വരുന്നു. ഉണ്ണി, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്യും എന്ന് അവൾ പറയുന്നു. ഉണ്ണി പോയതിനു ശേഷം അവൾ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ വഴിക്ക് ഒരു പാമ്പ് വരുന്നുണ്ട്. അവൾ എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ തെന്നി വീഴുന്നു. ആ പാമ്പ് അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. അവൾ പേടിച്ച് നിലവിളിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ ആ പാമ്പ് അവളെ കൊത്തിയിട്ട് അവിടെ നിന്ന് പോവാണ്. അതിനുശേഷമാണ് നാനി അവിടേക്ക് വരുന്നത്. പാമ്പ് കൊത്തിയെന്ന് നാനിക്ക് മനസ്സിലാവുന്നു. അവരെല്ലാവരെയും വിളിച്ചു വരുത്തുന്നു. അവളെയും കൊണ്ട് അവർ ഓടുകയാണ്. അവളെ നേരെ നമ്പൂതിരിയുടെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. കാരണം ഇത്തരം പ്രശ്നങ്ങൾ വന്നാൽ നമ്പൂതിരിയാണ് അവർ സമീപിക്കുന്നത്. നമ്പൂതിരി അവളെ പരിശോധിക്കുന്നു. എന്നിട്ട് പറയുന്നു, വളരെ വിഷമുള്ള പാമ്പാണ് കടിച്ചത്. ഇവിടെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ. എന്നാൽ മകൻ, അച്ഛാ, ആ പ്രത്യേക പൂജ ചെയ്യാം എന്ന് പറയുന്നു. അങ്ങനെ ചെയ്താലും രക്ഷപ്പെടാൻ പ്രയാസമാണ് എന്ന് നമ്പൂതിരി പറയുന്നു. ഇല്ല അച്ഛാ, എനിക്ക് കഴിയും എന്ന് യാദവ് പറയുന്നുണ്ട്. ശരി, ശ്രമിച്ചു നോക്കൂ എന്ന് പറഞ്ഞ് അച്ഛൻ സമ്മതിക്കുന്നു. ആ പൂജയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നു. അവളെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. ഇനി ഞാൻ നോക്കിക്കോളാം, എല്ലാവരും പൊയ്ക്കോളൂ എന്ന് യാദവ് പറയുന്നുണ്ട്. എല്ലാവരും അവിടെ നിന്ന് പോവാണ്. യാദവ് അവളെ രക്ഷിക്കാനുള്ള പൂജകൾ ചെയ്യുന്നു. തുടയിലാണല്ലോ പാമ്പ് കടിച്ചത്, അവൻ വിഷം എടുത്തു കളയുന്നു. അതിനുശേഷം ചില മരുന്നുകൾ അവൾക്ക് നൽകുന്നുണ്ട്. അവൾക്ക് കുറച്ച് ആശ്വാസം ലഭിക്കുന്നുണ്ടെങ്കിലും അവൾ അബോധാവസ്ഥയിലാണ്. യാദവ് ഒരു ദുഷ്ടനാണല്ലോ. ആ അവസരം മുതലെടുക്കാൻ അവൻ തീരുമാനിക്കുന്നു. അവൻ അവളോട് അതിരുവിട്ട് പെരുമാറാൻ തുടങ്ങുന്നു. അവൾക്ക് പാതി ബോധം വരുന്നു. അവൻ അതിരുവിട്ട് പെരുമാറുന്നത് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അവൾ തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും യാദവ് അവളെ ബലാത്സംഗം ചെയ്യുന്നു. എല്ലാം കഴിഞ്ഞ് അവൾ വീട്ടിലേക്ക് വരുന്നുണ്ട്. നടന്ന കാര്യങ്ങൾ ഓർത്ത് അവൾ ദുഃഖിച്ചിരിക്കുകയാണ്. എന്തിനാ മോളെ വിഷമിച്ചിരിക്കുന്നത്, ഇത് കുടിക്കുക എന്ന് പറഞ്ഞ് നാനി വരുന്നു. ഞാൻ എന്തിനാണ് രക്ഷപ്പെട്ടത് എന്ന് എനിക്ക് തോന്നുന്നു, ഞാൻ മരിക്കുകയായിരുന്നു നല്ലത് എന്ന് അവൾ പറയുന്നുണ്ട്. എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് നാനി ചോദിക്കുന്നു.
അവൾ മറുപടി പറയാതെ അവരെ പുറത്തേക്ക് പറഞ്ഞയക്കുന്നു. ആ സംഭവം അവളുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. കണ്ണാടിയിൽ പോലും യാദവനെയാണ് അവൾ കാണുന്നത്. അവൻ അവളെ നോക്കി കളിയാക്കുന്നതായി അവൾക്ക് തോന്നുന്നു. ദേഷ്യത്തിൽ അവൾ കണ്ണാടിയെ എറിഞ്ഞു പൊട്ടിക്കുന്നു. ഉണ്ണി ഇന്റർവ്യൂവിന് പോയിരുന്നല്ലോ, അവന് ജോലി ലഭിക്കുന്നുണ്ട്. അവൻ സന്തോഷത്തോടെ ഈ വിവരം അവളോട് പറയുന്നു. എന്നാൽ അവൾ ശരിയായി സംസാരിക്കുന്നില്ല. നിന്നെ പാമ്പ് കടിച്ചെന്ന് കേട്ടു, ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. അവൾ കരയാണ്. നിനക്ക് എന്തു പറ്റി എന്ന് അവൻ ചോദിക്കുന്നു. അവൾ മറുപടി ഒന്നും പറയുന്നില്ല. എനിക്കൊന്നും തനിച്ചിരിക്കണം, ഇവിടെ നിന്ന് പോ എന്ന് അവൾ പറയുന്നു. ആ ഒരേ കാര്യം തന്നെയാണ് അവളുടെ മനസ്സിൽ. അവൾക്ക് സ്വസ്ഥത കിട്ടുന്നില്ല. വീണ്ടും വീണ്ടും അതേക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. നാനിയക്ക, അവൾക്ക് എന്താണ് പ്രശ്നം? എന്തിനാണ് അവൾ എന്നോട് സംസാരിക്കാത്തത് എന്നവൻ നാനിയോട് ചോദിക്കുന്നു. എനിക്കറിയില്ല മോനെ, തൽക്കാലം പൊക്കോളൂ എന്ന് പറഞ്ഞ് നാനി അവനെ പറഞ്ഞയക്കുന്നു. നാനിക്ക് കാര്യം അറിയണമെന്ന് ആഗ്രഹമുണ്ട്. എന്താ മോളെ നിന്റെ പ്രശ്നം, എന്നോട് പറ എന്നവർ ചോദിക്കുന്നു. അവളും നടന്ന കാര്യങ്ങൾ നാനിയോട് പറയാൻ തീരുമാനിക്കുന്നു. കേൾക്കുന്ന നാനി ഞെട്ടിപ്പോവാണ്. അവൻ ഇങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല മോളെ, നാട് മുഴുവൻ നിനക്ക് എതിരാവും എന്നവർ പറയുന്നു. എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ വേറൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചത് എന്ന് പറഞ്ഞ് അവൾ തന്റെ പദ്ധതിയെക്കുറിച്ച് പറയാൻ തുടങ്ങുന്നു. അടുത്ത ദിവസം വിളക്ക് കത്തിക്കാൻ അവൻ രഥത്തിൽ പോകുമ്പോൾ അവൾ അവനെ നോക്കി പുഞ്ചിരിക്കുന്നു. അവനും തിരിച്ച് പുഞ്ചിരിക്കുന്നുണ്ട്. അവൾ തന്റെ വഴിക്ക് വന്നെന്ന് അവൻ വിചാരിക്കുന്നുണ്ട്. മലയുടെ മുകളിൽ വെച്ച് അവർ സംസാരിക്കുന്നു. ആദ്യം നിങ്ങൾ ചെയ്ത് തോർത്ത് എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ ചെയ്തപ്പോൾ എനിക്കൊരു സന്തോഷം കിട്ടി. ആ സന്തോഷം നിങ്ങൾക്ക് മാത്രമേ തരാൻ കഴിയൂ എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. കൊള്ളാലോ, അവൾ എന്റെ വഴിക്ക് വന്നു. ഇനി ക്ഷേത്രത്തിൽ വെച്ച് ഏത് പെണ്ണിനെയും ഉപയോഗിക്കാം എന്നൊക്കെ അവൻ ചിന്തിക്കുന്നു. അടുത്ത തവണ ഞാൻ വരുമ്പോൾ ബാക്കി കാര്യങ്ങൾ നോക്കാം എന്നവൻ പറയുന്നു. അവളും ശരി എന്ന് പറഞ്ഞ് സമ്മതിക്കുന്നുണ്ട്. അടുത്ത തവണ എനിക്കൊരു പദ്ധതിയുണ്ട് എന്നവൾ നാനിയോട് പറയുന്നു. മോളെ, അവനോട് അതൊന്നും ചെയ്യാൻ കഴിയില്ല, ബുദ്ധിമുട്ടാണ് എന്നൊക്കെ നാനി പറയുന്നുണ്ട്. ഇല്ല നാനി, എനിക്കിത് ചെയ്തേ പറ്റൂ, ഉണ്ണി ഇതൊന്നും അറിയരുത് എന്നവൾ പറയുന്നു. അവൾ നാനിയോട് പുറത്തുനിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ണി അവിടേക്ക് വരുന്നുണ്ട്. ഉണ്ണി വരുന്നത് കണ്ട് അവൾ വേഗം വീടിനുള്ളിലേക്ക് ഓടുന്നു. ഞാൻ അവളെ കണ്ടിട്ടേ പോകൂ എന്ന് പറഞ്ഞ് ഉണ്ണി അകത്തേക്ക് വരുന്നു. നിനക്ക് എന്താണ് പ്രശ്നം, എന്നോട് പറ എന്നൊക്കെ അവൻ വീണ്ടും ചോദിക്കുന്നു. അവൾ ഒന്നും മിണ്ടുന്നില്ല. ആദ്യം ഇവിടെ നിന്ന് പോ എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞയക്കുന്നു. അവർ ഒരുമിച്ചുണ്ടായിരുന്ന നല്ല നിമിഷങ്ങൾ രണ്ടുപേരും തനിച്ചോർത്ത് വിഷമിക്കുന്നു. അപ്പോൾ ഉണ്ണിയുടെ അമ്മ അവിടേക്ക് വരുന്നുണ്ട്. ഉണ്ണിയോട് അവൾ സംസാരിക്കുന്നില്ലെന്ന് അറിഞ്ഞാണ് അമ്മ വന്നിരിക്കുന്നത്. അവന്റെ അച്ഛൻ അവനെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. നീയാണ് അവനൊരു താങ്ങായിരുന്നത്, ഇപ്പോൾ നീയും സംസാരിച്ചില്ലെങ്കിൽ എന്താ മോളെ അർത്ഥം, എന്താണ് പ്രശ്നം എന്നമ്മ ചോദിക്കുന്നു. അവൾ അമ്മയോട് മറുപടി പറയുന്നില്ല. ആന്റി, ദയവായി ഇവിടെ നിന്നൊന്ന് പോവൂ എന്ന് പറയുന്നു. അതോടെ അവരും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. എന്നാൽ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന നാനി അമ്മയോട് കാര്യം പറയണമെന്ന് തീരുമാനിക്കുന്നു. അവർ അമ്മയെ കാണാനായി വീട്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ആ കുട്ടി എന്താ സംസാരിക്കാത്തതെന്ന് ചോദിച്ചില്ലേ, ഇതാണ് സംഭവിച്ചത് എന്ന് പറഞ്ഞ് അവർ നടന്ന കാര്യങ്ങൾ പറയുന്നു. ഇത് കേട്ട് ഉണ്ണിയുടെ അമ്മ ഞെട്ടിപ്പോവാണ്. നമ്മുടെ മൂത്ത മകൻ യാദവ് ഇങ്ങനെ ചെയ്തെന്നോ എന്നവർക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഉണ്ണിയുടെ അമ്മ ഭർത്താവായ നമ്പൂതിരി ചെയ്ത കാര്യത്തെക്കുറിച്ചും പറയുന്നു. 2 കുഞ്ഞുങ്ങളിൽ ഒന്നിനെ കൊല്ലാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്ന കാര്യം. ഇത് കേൾക്കുന്ന അമ്മയ്ക്ക് വീണ്ടും ഞെട്ടലുണ്ടാവുന്നു. നമ്പൂതിരി ജോലികളെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ ഭാര്യ ദേഷ്യത്തോടെ വാതിൽക്കൽ നിൽക്കുന്നു. എന്താണ് കാര്യം എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഇങ്ങനെ ചെയ്തിരുന്നോ എന്നവർ ചോദിക്കുന്നു. അദ്ദേഹം അല്പം പതറുന്നുണ്ട്. ഒടുവിൽ അതെ, ചെയ്തിരുന്നു എന്ന് സമ്മതിക്കുന്നു. സത്യത്തിൽ യാദവ് നല്ല മകനായി വരുമെന്നും ഉണ്ണി ചീത്ത മകനായി വരുമെന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. എന്നാൽ സംഭവിച്ചത് നേരെ തിരിച്ചായിരുന്നു. ഇതാണ് സംഭവിച്ചത് എന്ന് യാദവിനെ കുറിച്ച് ഭാര്യ എല്ലാം തുറന്നു പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട് അദ്ദേഹം തകർന്നിരിക്കുകയാണ്. താഴെ ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. മലമുകളിൽ പോയി യാദവ് തിരിച്ചു വരുന്നതാണ് ചടങ്ങ്. യാദവ് മലമുകളിലേക്ക് നടന്നു വരുന്നു. അവിടെ സോഫിയ സാരി എല്ലാം കൊടുത്ത് അവനായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ വന്ന് അവളുമായി റൊമാൻറ്റിക് ആയി ഇടപഴകാൻ തുടങ്ങുന്നു. അവൾ എന്തോ ഒരു പദ്ധതിയോടെയാണ് എല്ലാം ചെയ്യുന്നത്. ഈ സമയം നാനി ഉണ്ണിയോട് കാര്യങ്ങൾ പറയുന്നു. സോഫിയയ്ക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ എന്ന് ഭയന്നാണ് അവർ ഉണ്ണിയോട് പറയുന്നത്. ഉണ്ണി വേഗത്തിൽ അവിടേക്ക് ഓടാൻ തുടങ്ങുന്നു. അവിടെ സോഫിയ യാദവിനെ ഇരുത്തി പൂജ ചെയ്യുന്നത് പോലെ ചെയ്യുന്നു. ആദ്യം കുങ്കുമം തൊടുന്നു. അടുത്തതായി മഞ്ഞളെടുക്കുന്നു. മഞ്ഞളെടുത്ത് അവന്റെ മുഖത്തേക്ക് എറിയുന്നു. അവൾ കൊണ്ടുവന്നത് മഞ്ഞളായിരുന്നില്ല, മുളകുപൊടിയായിരുന്നു. മുളകുപൊടി കണ്ണിൽ വീണതോടെ അവൻ വേദന കൊണ്ട് പുളയാണ്. അവളെ വെറുതെ വിടരുതെന്ന് കരുതി അവൻ ആക്രമിക്കാൻ വരുന്നു. എന്നാൽ മുളകുപൊടി കാരണം അവന് ശരിക്ക് കാണാനോ പോരാടാനോ കഴിയുന്നില്ല. സോഫി അവനെ ക്രൂരമായി മർദ്ദിക്കുന്നു. ഈ ഗ്രാമത്തിലെ ഒരുപാട് പെൺകുട്ടികളെ നീ ലൈംഗികമായി ഉപയോഗിച്ചിട്ടുണ്ട്, അവരാച്ചന്റെ മക്കളെ പോലും നീ ഉപയോഗിച്ചു എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് അവൾ അടിക്കുന്നത്. ഒരു ഘട്ടത്തിൽ അവൻ മലയുടെ വക്കിലെത്തുന്നു. അവിടെ വെച്ച് അവൾ അവനെ ഒരു ചവിട്ട് കൊടുക്കുന്നു. അവൻ മലമുകളിൽ നിന്ന് താഴേക്ക് പറന്നു വീഴുന്നു. താഴെ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ നടക്കുകയായിരുന്നല്ലോ, ആ സ്ഥലത്തേക്കാണ് അവൻ വന്ന് വീഴുന്നത്. ഇത് കാണുന്ന എല്ലാവരും ഞെട്ടിപ്പോവാണ്. അച്ഛനും അവിടെ ഉണ്ടായിരുന്നു. അച്ഛൻ ഞെട്ടുന്നുണ്ടെങ്കിലും മകനെ കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നില്ല. ഇവൻ മരിക്കേണ്ടവൻ തന്നെയാണ് എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. ഈ സമയം ഉണ്ണി സോഫിയ സോഫിയ എന്ന് ഉറക്കെ വിളിച്ച് മലമുകളിലേക്ക് ഓടി വരുന്നു. അവളും ഇത് കാണുന്നുണ്ട്. ഇതിനുശേഷം എന്ത് സംഭവിക്കുമെന്ന് കാണിക്കാതെ സിനിമ അവസാനിക്കുകയാണ്. അപ്പൊ സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തണേ. എന്നാലാണ് നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കരികിലേക്ക് ഉടൻ തന്നെ അത് കാണിക്കുകയുള്ളൂ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ